ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്ററായ രഘുകൗത്സ സംവാദഃ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മഹാരാജാവ് രഘുവും ഭരതന്തു ഋഷിയുടെ ശിഷ്യനായ കൗത്സനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഈ പാഠമെന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പാഠഭാഗം മഹാകവി കാളിദാസനാൽ രചിക്കപ്പെട്ട രഘുവംശം എന്ന മഹാകാവ്യത്തിലെ 5ാം സർഗത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ മഹാരാജാവ് രഘുവും ഭരതന്തു ഋഷിയുടെ ശിഷ്യനായ കൗത്സവും സാകേത് എന്ന നഗരത്തിൽ നടത്തിയ കോൺവെർസേഷനാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൗത്സു വേദങ്ങളും പുരാണങ്ങളും വേദാംഗങ്ങൾ, ഫിലോസഫി തുടങ്ങി 14 വിദ്യകൾ പഠിച്ച് തീർന്നതിന് ശേഷം കൗത്സന് തോന്നി ഗുരുദക്ഷിണയായിട്ട് ഗുരുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അവനവൻ്റെ ഗുരുവായ ഭരതന്തുവിനോട് വീണ്ടും വീണ്ടും ഗുരുദക്ഷിണ ചോദിക്കാനായി ആവശ്യപ്പെട്ടു. ഗുരു ആവട്ടെ എന്താ പറഞ്ഞേ? ഗുരു പറഞ്ഞു ഗുരുഭക്തി മതിയെന്ന്. ഗുരു പറഞ്ഞിട്ടും കൗത്സന് മതിയായില്ല. അവൻ ആവർത്തിച്ച് ഗുരുദക്ഷിണ ചോദിക്കാനായി ശാഠ്യം പിടിച്ചു. അങ്ങനെ സഹികെട്ട് ഭരതന്തു ഋഷി 14 കോടി സ്വർണ്ണ നാണയങ്ങൾ ഗുരുദക്ഷിണയായി നൽകാനായി പറഞ്ഞു. ആ സമയത്തായിരുന്നു മഹാരാജാവ് രഘു അദ്ദേഹത്തിൻ്റെ സകല ധനവും ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ദാനമെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്? കൗത്സ് വരുന്നത്. എന്നിട്ട് കൗത്സ് വന്നിട്ട് മഹാരാജാവിനോട് ഗുരുദക്ഷിണയായിട്ട് ഗുരു ചോദിച്ച 14 കോടി സ്വർണ്ണ നാണയങ്ങൾ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. കൗത്സൻ്റെ ആവശ്യം കേട്ട് മഹാരാജാവ് രഘു ആകപ്പാടി ധർമ്മസങ്കടത്തിലായി. അങ്ങനെ മഹാരാജാവ് രഘു കുബേരനെ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണ്. ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരമറിഞ്ഞ് കുബേരൻ ഭയപ്പെട്ട് മഹാരാജാവ് രഘുവിൻ്റെ ഖജനാവിലേക്ക് സ്വർണ്ണമഴ പെയ്പ്പിച്ചു. അങ്ങനെ മഹാരാജാവ് രഘു കൗത്സനെ 14 കോടി സ്വർണ്ണ നാണയങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തി. കൗത്സവും ഗുരുവിന് കൊടുക്കാനുള്ള ഗുരുദക്ഷിണ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തൃപ്തിയടഞ്ഞു. ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശമെന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്, റൂളേഴ്സ് എപ്പോഴും, അതായത് ഭരണാധികാരികൾ എപ്പോഴും ജനറസ് ആയിരിക്കണം. സ്വന്തം പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി, അതായത് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം. അതുപോലെ യാചിക്കുന്നവൻ എങ്ങനെയാവണം? തൻ്റെ ആവശ്യത്തിന് പുറമേ, ആവശ്യത്തിൽ കൂടുതൽ, അതായത് അധികമൊന്നും ആഗ്രഹിക്കരുതെന്നുകൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠം ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാം. നോക്കാം. തമദ്വരെ വിശ്വജിതി ശിതീശം നിഹശേഷഭിശ്രാണിതഘോഷജാതം ഉപാതവിദ്യോ ഗുരുദക്ഷിണാർത്ഥി കൗത്സഃ പ്രപേതി ഭരതന്തു ശിഷ്യഃ. അന്വയം നോക്കാം. വിശ്വജിതി അദ്വരെ, അതായത് വിശ്വജിത്ത് എന്ന യജ്ഞത്തിൽ, നിഹശേഷ കോശജാതം വിശ്രാണിത, മുഴുവൻ ധനവും ദാനകർമ്മത്തിനായി നൽകിയ തം ശിതീശം, ആ മഹാരാജാവിൻ്റെ അടുത്തേക്ക്, ഉപാതവിദ്യ ഭരതന്തു ശിഷ്യഃ കൗത്സഃ, ആ വിദ്യ പ്രാപ്തമാക്കിയ ഭരതന്തു മുനിയുടെ ശിഷ്യനായ കൗത്സ് ഗുരുദക്ഷിണാർത്ഥി പ്രപേദേ, ഗുരുവിന് ദക്ഷിണ നൽകാൻ ആഗ്രഹിച്ച് എത്തി. ആട്ടെ, പിന്നെന്താ സംഭവിച്ചേ? സ മൃണ്മയേ ഭീതഹിരണ്മയത്വാത് പാത്രേ നിധായ അധര്യം മനർഘശീലഃ ശ്രുതപ്രകാശം യശസാ പ്രകാശഃ പ്രത്യുജ്ജഗാം അതിഥിം ആതിഥേയഃ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. അനർഘശീലഃ, നല്ല സ്വഭാവമുള്ള, യശസാ പ്രകാശഃ, സ്വഭാവമുള്ളതെന്ന് കീർത്തിയുള്ള, കീർത്തിയാൽ അറിയുന്ന, ആതിഥേയഃ സഹ, അതിഥി സൽക്കാരം ചെയ്യുന്ന മഹാരാജാവ് രഘു, വീത ഹിരൺമയത്വാത്,
അതായത് സ്വർണ്ണത്താൽ ഉണ്ടാക്കിയ പാത്രങ്ങളില്ലാത്തതിനാൽ മൃണ്മയേ പാത്രേ മൺപാത്രത്തിൽ അധര്യം നിധായ പൂജാസാമഗ്രികൾ വച്ച് ശ്രുതപ്രകാശം അതിഥിം വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടിയതിൽ പ്രസിദ്ധനായ അതിഥിയെ പ്രത്യുജ്ജകാം സ്വാഗതം ചെയ്യാനായി എത്തി. അടുത്ത ശ്ലോകം നോക്കാം. തമർച്ചയിത്വാ വിധിവത് വിധിജ്ഞഃ തപോധനം മാനധനാഗ്രയായി വിശാംപതിർ വിഷ്ടർഭാജമാരാത് കൃതാഞ്ജലി കൃത്യവിദിത്യുവാച. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപേ നോക്കാം. വിധിജ്ഞഃ ശാസ്ത്ര നിയമങ്ങൾ അറിയുന്നവൻ, മാനധനാഗ്രയായി അതായത് ബഹുമാനം തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്നവൻ, കൃത്യവിദ് എന്ന് അറിയുന്നവൻ, വിംശാപതി പ്രജകളുടെ രാജാവ് അതായത് മഹാരാജാവ് രഘു, വിഷ്ടർഭാജനം ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന തം തപോധനം ആ തപസ്വിയുടെ അർച്ചയിത്വ വിധിയനുസരിച്ച് പൂജ ചെയ്ത് ആരാത് അടുത്തേക്ക് പോയി, കൃതാഞ്ജലി ഇത് കൂടാതെ എന്താ ചെയ്തേ കൃതാഞ്ജലി കൈ കൂപ്പിക്കൊണ്ട് ഇതി ഉവാച്ച് ഇങ്ങനെ പറഞ്ഞു. അതായത് ഇവിടെ പറയാണ്, ശാസ്ത്രങ്ങളുടെ നിയമങ്ങൾ അറിയുന്നവനും ബഹുമാനം തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് മനസ്സിലാക്കുന്ന മഹാരാജാവ് രഘു ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ആ തപസ്വിയെ വേണ്ട വിധം പൂജിച്ച് അടുത്തേക്ക് പോയി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? തവ അർഹതോ ന അഭിഗമേന തൃപ്തം മനോനിയോഗ ക്രിയയോത്സുകം മേ അപ്യജ്ഞയാ ശാസിതുരാത്മനാ വാ പ്രാപ്തോ വസി സംഭാവയിതും മനാന്മാം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപേ നോക്കാം. അർഹതഃ ഹേ പൂജിക്കാൻ യോഗ്യനായവനെ, തവ അഭിഗമേന അങ്ങയുടെ വരവിലൂടെ, മേ മനഃ എൻ്റെ മനസ്സ്, നാ തൃപ്തം തൃപ്തിപ്പെട്ടില്ല. അതായത് അങ്ങയുടെ വരവിലൂടെ മാത്രം എൻ്റെ മനസ്സിന് തൃപ്തിയായില്ല. കിന്തു പക്ഷേ നിയോഗക്രിയയാ അങ്ങയുടെ ആജ്ഞയിൽ അതായത് ഉത്തരവ് കേൾക്കാനായി ഉത്സുകം ആൻഷ്യസ് ആണ്. അതായത് അങ്ങയുടെ ആജ്ഞയിൽ അതായത് അങ്ങയുടെ ആജ്ഞ കേൾക്കാനായി വളരെയധികം ക്യൂരിയസ് ആണ്. അങ്ങ് ആജ്ഞ നൽകിയാലും എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ. ശാസിതുഹു ആജ്ഞയാ അപ്പി ഗുരുവിൻ്റെ ആജ്ഞയാണെങ്കിൽ കൂടി, ആത്മനാവ അല്ലെങ്കിൽ സ്വയമാണെങ്കിൽ പോലും, മാം എന്നെ സംഭാവയിത്തും കൃതാർത്ഥനാക്കാൻ, വനാത് വനത്തിൽ നിന്ന്, പ്രാപ്തഃ അസി അതായത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്യ അർഘ്യപാത്ര അനുമിതവ്യസ്യ രഘുഃ ഉദാരമപി ഗാം നിശമ്യ സ്വാർത്ഥോപപത്തിം പ്രതി ദുർബലാശ സ്തമിത്യവോചത് വരതന്തു ശിഷ്യഃ. നമുക്ക് ശ്ലോകത്തിൻ്റെ അൻപേ നോക്കാം. അർഘ്യപാത്ര അനുമിതവ്യസ്യ രഘോഃ ഇതി ഉദാരമപി ഗാം നിശമ്യ വരതന്തു ശിഷ്യ സ്വാർത്ഥോപപത്തിം പ്രതി ദുർബലാശഃ സന്തം ഇതി അവോചത്. അർഘ്യപാത്ര അനുമിതവ്യസ്യ അർഘ്യപാത്രം അതായത് പൂജാപാത്രം, അനുമിതവ്യസ്യ ഇതിവിടെ ഉദ്ദേശിക്കുന്നത് പൂജാപാത്രം മണ്ണുകൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രഘുഃ ഇതി ഉദാരമപി രഘുവിൻ്റെ അതായത് മഹാരാജാവ് രഘുവിൻ്റെ ജനറസ് ആയിട്ടുള്ള ഗാം നിശമ്യ വാക്കുകൾ കേട്ട് ഭരതന്തു ശിഷ്യ ഭരതന്തുവിൻ്റെ ശിഷ്യൻ സ്വാർത്ഥോപപത്തിം പ്രതി ദുർബലാശഃ അതായത് വന്ന കാര്യം എന്ത് പ്രയോജനത്തിനാണോ വന്നത് അത് നടക്കാതെ പോകുമല്ലോ എന്ന നിരാശയിൽ സന്തം ഇതി അവോചത് ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് ഇവിടെ ഭരതന്തു മുനിയുടെ ശിഷ്യനായ കൗത്സന് നിരാശ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ
ജനറസായിട്ട് കൗത്സനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങ് ആജ്ഞ നൽകിയാലും അങ്ങ് എന്തു പറഞ്ഞാലും അടിയൻ ചെയ്യാമെന്ന്. പക്ഷേ പൂജാപാത്രം തന്നെ മൺപാത്രമാണല്ലോ എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അദ്ദേഹം ആ യജ്ഞത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സകല ധനവും അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തും എന്താണ് ദാനം ചെയ്തിരുന്നു എന്ന്. നീ അദ്ദേഹത്തിന് ദാനം ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന്. അതിൻ്റെ ഒരു നിരാശയാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിലൂടെ. ഓക്കെ, ഇനി വരുന്ന ശ്ലോകങ്ങൾ അടുത്ത പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.